നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അറബിക്കടലിൽ കോഴിക്കോടിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവം ആലപ്പുഴയിലും ആശങ്ക പടരുന്നു. കടലിൽ വീണ കണ്ടെയ്നറുകൾ ആലപ്പുഴയിൽ എത്തുമോ എന്ന് സംശയം. ജാഗ്രതയോടെ തീരദേശവാസികൾ. കേരള തീരത്ത് ആവർത്തിക്കുന്ന കപ്പൽ അപകടം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. മത്സ്യത്തൊഴിലാളികൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. കേരളം സമ്പൂർണ്ണ പക്ഷിപ്പനി വിമുക്തമായി. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഏറെ നാളായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവായി. മൂവാറ്റുപുഴയാറിൽ നിന്നുള്ള വെള്ളം വേമ്പനാട് കായലിൻ്റെ തെക്ക് ഭാഗത്ത് എത്തിക്കുന്ന വടയാർ ഡൈവർഷൻ പദ്ധതിക്ക് വഴിതെളിയുന്നു. തണ്ണീർമുക്കം ബണ്ട് വർഷം മുഴുവൻ തുറന്നിടാൻ കഴിയുമെന്ന സൂചന. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 16-ന് സൂചന പണിമുടക്ക്. 26 മുതൽ അനിശ്ചിതകാല സമരം. വേമ്പനാട്ട് കായലിൽ പാണാവള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നീർനായ ആക്രമണം. കക്കാവാരൽ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കടിയേറ്റു. ആശങ്കയിൽ മത്സ്യത്തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. അറബിക്കടലിൽ കോഴിക്കോടിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവം ആലപ്പുഴയിലും ആശങ്ക. കപ്പലിൽ നിന്ന് കടലിൽ വീണ അപകടാവസ്ഥയിലുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴയിൽ എത്തുമോ എന്ന് ആശങ്ക. ജാഗ്രതയോടെ തീരദേശവാസികൾ. അറബിക്കടലിൽ കോഴിക്കോടിന് സമീപത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചത് ആലപ്പുഴ ജില്ലയുടെ തീരത്തും ആശങ്ക സൃഷ്ടിക്കുന്നു. 1 മാസത്തിനിടെ 2 ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതിൽ അസ്വാഭാവികതയും ചിലർ ആരോപിക്കുന്നുണ്ട്. തോട്ടപ്പള്ളിയിൽ നിന്ന് 14 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ തീരത്തും എത്തിയതിന് സമാനമായി കോഴിക്കോട്ടെ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ജില്ലയുടെ തീരത്തും എത്തുമോ എന്ന ആശങ്കയാണ് വരുന്നത്. കടലിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകളിൽ ഉടക്കി വല പൊട്ടുന്നതും മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും തീരദേശ വികസന കോർപ്പറേഷൻ അംഗവുമായ PI ഹാരിസ് ചേരുന്നു. ഇത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. കേരള തീരത്ത് കുറെ നാളുകളായി ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പോലും കപ്പൽ അപകടങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 24-ാം തീയതി MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക തീരപ്രദേശത്ത് നിൽക്കുകയാണ്. അതിലേണ്ട 673 കണ്ടെയ്നറിൽ 70 കാലി കണ്ടെയ്നറും ബാക്കി 17ഓളം വരുന്ന കണ്ടെയ്നറിനകത്ത് കാൽസ്യം കാർബൈഡും അടക്കമുള്ള വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കുറെ കണ്ടെയ്നറുകൾ തുറന്ന് കടൽത്തീരത്തെ കഴിഞ്ഞതിൽ നിന്നും കുറെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കിന്റെ തരികളടക്കം കടൽ തീരത്ത് വ്യാപകമായിട്ട് ഒഴുകി നടക്കുകയാണ്. കുറെ നീക്കം ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കടൽ എന്ന് പറയുന്നത് പല കാര്യത്തിലും ജനങ്ങൾക്ക് വലിയ ആശങ്കയും ഭയപ്പെടുത്തലും ഉണ്ടാകുന്ന ഒരു സന്ദർഭം നിലനിൽക്കുകയാണ്. അതിപ്പോ ഇതിന് തൊട്ടു പിന്നാലെ 16 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത കപ്പൽ ഹാൻവായി എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ പടിഞ്ഞാറ് കണ്ണൂർ പടിഞ്ഞാറ്, അഴീക്കോട് പടിഞ്ഞാറ് കുറെ അകലെയാണെങ്കിൽ പോലും തീപിടിക്കുകയുണ്ടായി. അത് മറ്റൊരു തരത്തിലുള്ള ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. അതിനകത്ത് ജലമലിനീകരണം മാത്രമല്ല, വായു മലിനീകരണം കൂടി ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് പോകുന്ന കപ്പലിലുള്ള കണ്ടെയ്നറുകളുടെ ഫുൾ ഡീറ്റെയിൽസ്, അതിന്റെ മാനിഫെസ്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതാത് പോർട്ട് അതോറിറ്റി അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ കടലിലൂടെയും കടന്നു പോകുമ്പോൾ ആ കടലിലൂടെ പോകുന്ന സമയത്ത് ആ കടലിന്റെ അധികാരപരിധിയുള്ള രാജ്യങ്ങൾക്കും അതിന്റെ വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ തീരത്തൊരു പ്രശ്നമുള്ളത്, ഈ സോമാലിയൻ കടക്കൊള്ളക്കാരെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സമുദ്ര തീരത്തോട് ചേർന്ന് അനവധി കപ്പലുകൾ പോകുന്നുണ്ട്. ഏകദേശം കന്യാകുമാരി മുനമ്പാണ് ഏകദേശം 60% ചരക്ക് നീക്കം നടക്കുന്ന കടലെന്ന് പറയുന്നത്. നമ്മുടെ കടൽ വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. മത്സ്യസമ്പത്ത് മറ്റു പല കടലുകളിലും വലിയ രൂപത്തിൽ കുറയുമ്പോൾ കേരള തീരത്ത് വലിയ തോതിൽ മത്സ്യസമ്പത്തുണ്ട് എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഫിഷറീസ് രംഗത്തുള്ള ഏജൻസികളടക്കം പഠന റിപ്പോർട്ട് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ വലിയ തരത്തിൽ മത്സ്യസമ്പത്തും അതിനെ ആശ്രയിക്കുന്ന തൊഴിലാളികളും
അത് സംഭാവന ചെയ്യുന്ന മത്സ്യം ഭക്ഷിക്കുന്നവർക്കടക്കം വലിയ സംഭാവന ചെയ്യുന്ന ഈ അറബിക്കടലിലാണ് ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഖനനം ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഭയവും ഭീതിയും ആശങ്കയും നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപകടങ്ങളിൽ ഇപ്പോൾ ആദ്യം ഉണ്ടായത് ഒരെണ്ണം മുങ്ങി താഴ്ത്തു കിടക്കണം, 54 മീറ്റർ താഴെ കിടക്കണം. അതിനകത്തുള്ളിൽ അപകടകരമായിട്ടുള്ള കണ്ടെയ്നറുകൾ ഇപ്പോഴും അതിനകത്തുണ്ട്. 2 വലിയ അഴിമുഖങ്ങളുടെ മധ്യഭാഗത്താണ് ആലപ്പുഴ ജില്ലയുടെ തീരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി പോലുള്ള അന്ധകാരനഴി പോലുള്ള ചെറിയ അഴിമുഖങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മൺസൂൺ കാലത്ത് വലിയ രൂപത്തിൽ പെയ്യുന്ന മഴവെള്ളം അത് വലിയ തരത്തിലുള്ള ജൈവപ്ലവങ്ങളുമായിട്ടാണ് ഒഴുകി കടലിലേക്ക് എത്തുന്നത്. അത് മത്സ്യക്കൂട്ടങ്ങളെ ആകർഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാകര എന്ന് പറഞ്ഞ പ്രതിഭാസം പലപ്പോഴും ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളത്. ആലപ്പുഴയിൽ സവിശേഷമായ പ്രത്യേകത തോട്ടപ്പള്ളി മുതലാണ് ഈ കൊല്ലം പരപ്പെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട കൊല്ലം പരപ്പ് തോട്ടപ്പള്ളി മുതൽ തെക്കോട്ടുള്ള ഭാഗത്താണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് മത്സ്യങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു കടൽ എന്ന തരത്തിൽ മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ ജൈവഘടനയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാർ ആ കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നഷ്ടപരിഹാരം കോമ്പൻസ് ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേസിനേക്കാൾ ഉപരി പ്രാധാന്യം എന്ന് പറയുന്നത് ഈ MSC എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കപ്പൽ കമ്പനിയാണ്. അവർക്ക് വലിയ സംവിധാനങ്ങൾ നെറ്റ്വർക്ക് ഉള്ളവരാണ്. അപ്പൊ അവരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കടലിലേക്ക് ഇതിന്റെ രാസപദാർത്ഥങ്ങൾ വ്യാപിക്കുന്നത് റിലീസ് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ മറ്റേ ഡീസലും അതോടൊപ്പം തന്നെ മറ്റു ഓയിലും മറ്റു സംവിധാനങ്ങളും എല്ലാം കടലിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും. അപ്പൊ കപ്പൽ കമ്പനിയെ കൊണ്ട് തന്നെ അത് നീക്കം ചെയ്യാനുള്ള പരിശ്രമം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീക്കം ചെയ്യാനുള്ള പരിശ്രമം നടത്താതെ നമ്മളൊരു മറ്റു നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരത് ഉപേക്ഷിച്ചിട്ട് നിങ്ങളത് ട്രൈബ്യൂണലോ അല്ലെങ്കിൽ മാരിടൈം ഓർഗനൈസേഷനിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ യുണൈറ്റഡ് ഓർഗനൈസേഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് പോയി കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അതിനേക്കാൾ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പൊ നിയമപരമായിട്ട് അത് എന്ത് ചെയ്യണമെന്ന് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എൻട്രിക്ക ലെക്സി എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് വെടിവെച്ചപ്പോൾ അന്ന് കേസെടുത്തെന്നുള്ളത് കൊലക്കുറ്റത്തിനാണ്. ഇത് ബോധപൂർവം ഉണ്ടാകുന്നതല്ല, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു അപകടമാണ്. അപ്പൊ അപകടത്തിന്റെ പ്രത്യാഘാതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ ആ കമ്പനിയെ പ്രയോജനപ്പെടുത്തുവാനും അവർക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്. ഇൻഷുറൻസ് പരിരക്ഷയായിട്ടുള്ള കപ്പലുകളാണ് മുഴുവൻ എന്ന് പറയുന്നത്. അതിന് ഒരു മാരിടൈം ലോ തന്നെയുണ്ട്. അത് പ്രകാരം ഇത്തരത്തിൽ കടലിൽ മലിനപ്പെടുകയോ കടലിൽ എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് ആ ഷിപ്പിംഗ് കമ്പനിയാണ് എന്നൊരു നിയമം കൂടിയുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള തീരത്ത് ആവർത്തിക്കുന്ന കപ്പൽ അപകടം മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കിയെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. കപ്പൽ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായ പാക്കേജ് നടപ്പാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യത്തെ ഒന്ന് ഉണ്ടായി, ആ നടുക്കം മാറാതെ നിൽക്കുമ്പോഴാണ് ഇന്നലെ വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി കേരള തീരത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതിസന്ധിയിലാണ്. കാലവർഷക്കെടുതിയും കടൽക്ഷോഭവും നമ്മുടെ മേഖലയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിനും വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിചാരിതമായി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തം കപ്പലപകടമായി നമ്മുടെ തീരത്തുണ്ടാകും. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുക വട്ടച്ചാൽ പ്രദേശത്ത് അഴീക്കൽ പോകുന്ന ഭാഗത്താണ്. ഒരു വള്ളക്കാർക്ക് 1000 കിലോയോളം വല ഈ കണ്ടെയ്നറിൽ തട്ടി കീറിപ്പോയി. 1 കിലോ വലയ്ക്ക് 543 രൂപ വേണം. 2200 കിലോ വലയിൽ 1000 കിലോ വലയോളം കീറിപ്പോവാന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസം ഒന്ന് ഓർത്തു നോക്കി. കൃത്യമായി പണിക്ക് പോകാൻ കഴിയുന്നില്ല. മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക നിന്നു. ബഹുമാനപ്പെട്ട മന്ത്രിമാരും നമ്മുടെ ജില്ലയിലെ MP ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അത് മത്സ്യവിഭവങ്ങൾ കഴിച്ച് MLA മാരുൾപ്പെടെ അതിന് ഒരു ഇടപെടൽ നടത്തിയെങ്കിൽ പോലും ആശങ്ക മാറാതെ നിൽക്കുമ്പോഴാണ് രാസപദാർത്ഥങ്ങളുടെ കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭീതി വീണ്ടും വരുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ആവർത്തിക്കുന്ന കപ്പൽ അപകടം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു.
വിഷയത്തിൽ കേസെടുക്കുന്നതിന് പകരം അദാനിയുടെ കമ്പനിക്ക് 40% നിക്ഷേപമുള്ള കപ്പൽ കമ്പനിയുമായി സർക്കാർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. കടലിലെ ആവാസ വ്യവസ്ഥ തകർത്ത് മത്സ്യത്തൊഴിലാളികളെ മേഖലയിൽ നിന്നും പിൻവലിച്ച് മണൽ ഖനനത്തിനുള്ള ആക്കം കൂട്ടാനാണോ എന്ന സംശയമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള 12 നോട്ടിക്കൽ പ്രദേശത്തുള്ള കണ്ടെയ്നറുകളെക്കുറിച്ച് മാപ്പിംഗ് നടത്തി GPS നമ്പറുകൾ മത്സ്യബന്ധന തൊഴിലാളികളിലേക്ക് എത്തിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചിങ്കുതറ, AR കണ്ണൻ, ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം സമ്പൂർണ്ണ പക്ഷിപ്പനി വിമുക്തമായി. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഏറെ നാളായി നിലനിന്നിരുന്ന നിയന്ത്രണം ഒഴിവായി. പക്ഷികളെ വളർത്തുന്നതിനും സംഭരിക്കുന്നതിനും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഇതോടെ അവസാനിച്ചു. 2024 ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി 38 പക്ഷിപ്പനി പ്രഭവ കേന്ദ്രങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 30 ആലപ്പുഴയിലാണ്. പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് തുടർച്ചയായി സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പായതോടെയാണ് കേന്ദ്രം വിജ്ഞാപനം പുറത്തിറക്കിയത്. ദേശാടന പക്ഷികൾ കേരളത്തിലേക്ക് വരുന്ന കാലയളവ് ഏപ്രിലിൽ കഴിഞ്ഞതിനാൽ ഉടൻ വീണ്ടും പക്ഷിപ്പനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നും വിദഗ്ധർ പറയുന്നു. സ്വതന്ത്രമായി പറക്കുന്ന കാക്ക ഉൾപ്പെടെയുള്ള പക്ഷികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം 2024 ഡിസംബർ 31 വരെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് സമീപത്ത് പക്ഷികളെ വളർത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചിരുന്നു. പിന്നീട് മാർച്ചിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഈ നിരോധനം നിയന്ത്രണങ്ങളോടെ പിൻവലിച്ചു. ഇതോടെ കർഷകർ താറാവിനെയും കോഴികളെയും വളർത്തി തുടങ്ങി. പക്ഷിപ്പനിയെ തുടർന്ന് അടച്ച സർക്കാർ ഹാച്ചറികളിൽ വീണ്ടും പക്ഷികളെ വളർത്തി തുടങ്ങാനുള്ള നിർദ്ദേശം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നൽകിയിരുന്നു. സർക്കാർ ഹാച്ചറികൾ സുരക്ഷിതമാക്കി വീണ്ടും പക്ഷി വളർത്തൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹാച്ചറികൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പക്ഷി വളർത്തൽ വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തും. ഇത് കുട്ടനാടൻ മേഖലയിൽ താറാവുകളെ വളർത്തുന്ന കർഷകർക്കും ആശ്വാസമാകും. ടൈം ന്യൂസ്, ആലപ്പുഴ. മൂവാറ്റുപുഴയാറിൽ നിന്നുള്ള വെള്ളം വേമ്പനാട്ട് കായലിൻ്റെ തെക്കൻ ഭാഗത്ത് എത്തിക്കുന്ന വടയാർ ഡൈവർഷൻ പദ്ധതിക്ക് വഴിതെളിയുന്നു. തണ്ണിമുക്കം ബണ്ട് 1 വർഷം മുഴുവൻ തുറന്നിടാൻ കഴിയുമെന്ന് സൂചന. മൂവാറ്റുപുഴയാറിൽ നിന്നുള്ള വെള്ളം വേമ്പനാട്ട് കായലിൻ്റെ തെക്ക് ഭാഗത്ത് എത്തിച്ച് വർഷം മുഴുവൻ സ്വാഭാവിക നീരൊഴുക്ക് നിലനിർത്തുന്ന വടയാർ ഡൈവർഷൻ പദ്ധതിക്ക് വഴിതെളിയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പ്രകാരം കുളവാഴ നിയന്ത്രണത്തിനായുള്ള പദ്ധതിയിൽ വടയാർ വഴിതിരിച്ചു വിടലിനായി 5 കോടി രൂപ കുട്ടനാട് രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിന് അനുവദിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി വിശദമായ പഠനം നടത്താൻ കോഴിക്കോട്ടെ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തെ ചുമതലപ്പെടുത്തി. തണ്ണീർമുക്കം ബണ്ട് അടച്ചിടുന്ന മാസങ്ങളിൽ കടലിലേക്കുള്ള ഒഴുക്ക് ഇല്ലാതാകുന്നതോടെ വേമ്പനാട്ട് കായലിൻ്റെ ബണ്ടിൻ്റെ തെക്ക് ഭാഗത്ത് മാലിന്യവും കുളവാഴയും അടിയുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാനാണ് വർഷം മുഴുവൻ തണ്ണീർമുക്കം ബണ്ട് തുറന്നിടുന്നത്. 2017 ധനവകുപ്പിനും 2019 കൃഷിവകുപ്പിനും വേണ്ടിയും പഠനം നടത്തിയ കുട്ടനാട് രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം വർഷം മുഴുവൻ ബണ്ട് തുറന്നിടണമെന്ന് ശുപാർശ നൽകിയിരുന്നു. മൂവാറ്റുപുഴയാറിൻ്റെ ഭാഗമായ ഇത്തിപ്പുഴ ആറിലൂടെ എത്തുന്ന വെള്ളം വടയാർ കനാൽ വഴി വൈക്കം കൈപ്പുഴയാറിലെത്തും. ഇവിടെ നിന്നാണ് ബണ്ടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് കനാൽ നിർമ്മിച്ച് റെഗുലേറ്ററും സ്ഥാപിക്കാൻ ആലോചിക്കുന്നത്. മൂവാറ്റുപുഴയാറിൻ്റെ ഭാഗമായ ഇത്തിപ്പുഴ ആറിലൂടെ എത്തുന്ന വെള്ളം വടയാർ കനാൽ വഴി വൈക്കം കൈപ്പുഴയാറിൽ എത്തും. ഇവിടെ നിന്നാണ് ബണ്ടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് കനാൽ നിർമ്മിച്ച് റെഗുലേറ്ററും സ്ഥാപിക്കുന്നത്. വേലിയേറ്റ ഇറക്കങ്ങളുടെ സഹായത്തോടെ വെള്ളം എത്തിക്കുന്നതിന് പുറമെ വലിയ മോട്ടോർ സ്ഥാപിക്കാനും ആലോചനയുണ്ട്. പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിലെ ഒഴുക്ക് കുറയുന്ന ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് തണ്ണീർമുക്കം ബണ്ട് അടച്ചിടേണ്ടി വരുന്നത്. ഈ സമയത്ത് ബണ്ട് തുറന്നിട്ടാൽ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കും. മൂവാറ്റുപുഴയാറിൽ നിന്ന് ശുദ്ധജലം എത്തിയാൽ കായൽ വെള്ളത്തിലെ ഉപ്പുരസം 2 PPTയിൽ താഴെ നിലനിർത്താനാകുമെന്നും അങ്ങനെ കൃഷി നശിക്കാതെ സംരക്ഷിക്കാമെന്നും പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആലപ്പുഴയിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 16-ന് സൂചനാ പണിമുടക്ക്. 26 മുതൽ അനിശ്ചിതകാല സമരത്തിനും തീരുമാനം. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി ജൂൺ 16-ന് സൂചനാ പണിമുടക്ക് നടത്തും. 26 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനം. CITU, AITUC, BMS, STTU തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്.
ശമ്പള വർധന ആവശ്യപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞ നവംബറിൽ ഉടമകൾക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടും ഇതേവരെ പ്രശ്നം പരിഹരിക്കാതെ നിഷേധ നിലപാടിലാണെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 2022 8 മാസം 19 തീയതി ഒരു ശമ്പള വർധന നടപ്പിലാക്കിയതിന് ശേഷം അത് ഒരു വർഷത്തേക്കാണ് നമ്മൾ ശമ്പള വർധന നടപ്പിലാക്കിയത്. സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ട് ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ ശമ്പള വർധന നടപ്പിലാക്കിയത്. ആ ഒരു വർധനവിന് ശേഷം എല്ലാ വർഷവും ശമ്പളം വർദ്ധിപ്പിക്കാമെന്നുള്ള കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ കാലങ്ങളായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ആ എഗ്രിമെൻറ്റ് അവസാനിക്കുകയും തുടർന്ന് 2 വർഷത്തോളം ആ സ്ഥിതിയിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2024 കൊടുത്ത ഒരു പരാതിയിന്മേൽ ഈ കഴിഞ്ഞ 8 മാസത്തോളം വൈകിപ്പിക്കുകയും മുതലാളിമാർ കാണിക്കുന്ന ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാട്, തൊഴിലാളിക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളമോ വർദ്ധിപ്പിച്ച് കൊടുക്കാത്ത രീതിയിലുള്ള നിലപാടാണ് അവരുടെ ഭാഗത്ത് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 8ാമത്തെ ചർച്ചയാണിപ്പോൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ സംയുക്തമായിട്ടുള്ള ട്രേഡ് യൂണിയൻ എല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന 16-ാം തീയതി 16/6/2025 സൂചനാ പണിമുടക്കും 26/6/2025 സമ്പൂർണ്ണമായിട്ടുള്ള അനിശ്ചിതകാലത്തേക്കുള്ളൊരു പണിമുടക്കിന് നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശമ്പള വർധനവിന് ഡ്രൈവർക്ക് 160 രൂപയും കണ്ടക്ടർക്ക് 140 രൂപയും ക്ലീനർക്ക് 120 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം 2 കൊല്ലവും 8 മാസവും പൂർത്തി ആയിരിക്കുന്നു. 1 കൊല്ലം തികഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് പുതുക്കാം എന്ന് ഉടമകൾ സമ്മതിച്ചിരുന്നതാണ്. ആ സമ്മതിക്കാത്തതിൻ്റെ ആ സാഹചര്യത്തിലാണ് CIT യൂണിയൻ നോട്ടീസ് കൊടുത്ത് വീണ്ടും ചർച്ച നടത്തിയത്. എന്നാൽ ഒരു വർധനവും നടപ്പിലാക്കാൻ ഉടമകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. യൂണിയൻ ആവശ്യപ്പെട്ടത് ഒരു 500 രൂപയുടെ വർധനവ് ഒരു തൊഴിലാളിക്ക് കിട്ടണം എന്നാണ്. ഇപ്പം നിലവിൽ ഒരു 1050 രൂപയാണ് ഒരു ഡ്രൈവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപയുടെ വർധനവ് ഈ സാഹചര്യത്തിൽ കിട്ടണം എന്നാണ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 9 തവണ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികളും ഉടമകളും ചർച്ച നടത്തിയിട്ടും പരിഹരിക്കാൻ ഉടമകൾ തയ്യാറാവുന്നില്ല. 2016 ജില്ലയിലെ തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്നുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ശമ്പള വർധന ഇതേവരെ നടപ്പാക്കിയിട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. ഒരു ബസ്സിൽ 3 ജീവനക്കാർ വേണമെന്ന സർക്കാർ നിബന്ധന അട്ടിമറിച്ച് 2 പേർ മാത്രമാക്കി. പല ഉടമകളും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ബന്ധുക്കളുടെ പേരിൽ സ്വന്തമാക്കുന്നുവെന്നും നേതാക്കൾ ആരോപിക്കുന്നു. വർഷം തോറും നടപ്പാക്കിയിരുന്ന ശമ്പള വർധന ജില്ലയിൽ മുടങ്ങിയിട്ട് 3 വർഷമായി. ഇതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്നും നേതാക്കൾ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വേമ്പനാട്ട് കായലിൽ പാണാവള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നീർനായ ആക്രമണം. നിരവധി കക്ക മത്സ്യത്തൊഴിലാളികൾക്ക് കടിയേറ്റു. ആശങ്കയിൽ മത്സ്യത്തൊഴിലാളികൾ. പാണാവള്ളി മേഖലയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംഭവം. എല്ലാവരുടെയും കാലിനാണ് കടിയേറ്റത്. കായലിന്റെ തീരത്ത് നമ്മളെ വീടിന്റെ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ചക്കയുടെ പരിപാടി ചെയ്തോണ്ടിരുന്നു. അപ്പൊ അടിയിൽ കൂടി വെള്ളത്തിനടിയിൽ കൂടി വന്ന് പെട്ടെന്ന് കടിക്കായിരുന്നു. അപ്പൊ എന്തോ കടിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ തന്നെ ഞാൻ കാല് പെട്ടെന്ന് വലിച്ചു പൂക്കിയപ്പോ ഇത് കടിക്ക് വിട്ടില്ല, പൊങ്ങി വന്നു സാധനം. അപ്പൊ ഓൾറെഡി അവിടെ ബെതറും ഉണ്ടായി. അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ നമ്പെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴേ ഇത് ഓടിപ്പോയത്. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ അടുത്ത് തന്നെ ഒരു വീട്ടിലെ ഒരു ചേട്ടനെ കൂടി പോയി കടിച്ച്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് ഒരാളെ കടിച്ച്. അത് കഴിഞ്ഞ് ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ് ഒരാളെ കടിച്ച്. അങ്ങനെ 5 പേരെ കടിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ, ഉച്ചക്ക് 12:45. നമ്മുടെ കായലിൽ മറ്റേ മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആറ്റിലെ വെള്ളം ഇറങ്ങി വന്ന ആ ഒരു ടൈം നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്, ഈ പ്രാവശ്യം ഉണ്ടായത്. പേടിയായിട്ടില്ല, നമ്മൾ ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് വന്ന് ഇപ്പോൾ ഒരു പട്ടി കടിക്കണമെങ്കിൽ നമ്മൾ ആ ഇതിൽ കണ്ടിട്ടാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൂടി വന്ന് കടിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ ഇപ്പം പുറത്തുപോയി നീന്തി കക്ക പിടിക്കുന്നവരുണ്ട്, വല നീട്ടി പിടിക്കുന്ന, അവർക്ക് എല്ലാവർക്കും ഈ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇന്നലെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ 7 പേരോളം വെച്ചിട്ടുണ്ട്. ഇന്ന് പോയിട്ടില്ല, പോകാൻ പറ്റില്ല, കാല് ശരിക്കും പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷന് ഇതൊക്കെ എടുത്ത് ശരിക്കും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും. ബിബിൻ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി. സന്തോഷ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. സജീവും രാജീവും വിവിധ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്. കഴിഞ്ഞ വർഷവും ഇതേ സമയം വേമ്പനാട് കായലിൽ നീർനായ ശല്യം രൂക്ഷമായിരുന്നു. 20ഓളം പേർക്കാണ് അന്ന് കടിയേറ്റത്.
മത്സ്യം പിടിക്കുന്നവർക്കും കക്ക വാരുന്നവർക്കും കായലിൽ തുണി കഴുകാൻ പോയവർക്കും കടിയേറ്റിരുന്നു. ഫിഷറീസ് വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ കായൽ മത്സ്യങ്ങൾക്കും കക്ക ഇറച്ചിക്കും ആവശ്യക്കാരേറെ ഉണ്ടാകും. ഈ സമയം നിർണായ ശല്യമുണ്ടായാൽ കക്ക മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാവും. ടൈം ന്യൂസ് ചേർത്തല. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BKMUവിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ 7 കേന്ദ്രങ്ങളിലാണ് മാർച്ച് ധർണയും നടന്നത്. കർഷക തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരിക, സ്വകാര്യ മേഖലകളിലും SC/ST OBC വിഭാഗങ്ങൾക്ക് സംവരണം നടപ്പാക്കുക, ജാതി സെൻസസ് നടത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 700 രൂപയാക്കുക, 200 തൊഴിൽ ദിനങ്ങൾ നൽകുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കുക, ഭൂരഹിതർക്ക് ഭൂമിയും വീടും നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPIക്ക് കീഴിലുള്ള BKMU രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആലപ്പുഴ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. TV സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ തുടർന്ന് BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 200 രൂപയ്ക്കും 275 രൂപയ്ക്കും ഗ്രാമീണ തൊഴിൽ പോർട്ടയിൽ 25 ദിവസം 30 ദിവസം പണിയെടുത്താൽ ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? അങ്ങനെ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അരവയർ മാത്രമല്ല, മുഴുപട്ടിണിയായി ജീവിക്കുന്ന മനുഷ്യനുള്ള ഈ രാജ്യത്ത് ആ മുഴുപട്ടിണിക്കാരെ മുഴുപട്ടിണിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ്. അവൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടിയല്ല, അവൻ്റെ ഭവനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവൻ്റെ സ്ഥലം വാങ്ങുവാൻ വേണ്ടിയല്ല, അവൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാൻ വേണ്ടി മാത്രമല്ല ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ പണം വേണം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് പട്ടിണി കിടക്കണമെങ്കിൽ വേണം 200 രൂപ എന്നുള്ളതാണ് സങ്കല്പം. ജില്ലാ ട്രഷറർ B. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി A. ആബിദ്, PP ചിദംബരൻ, PK ബൈജു, സുശീല ചന്ദ്രൻ, KD വേണു, TG അശോകൻ, TC സോമിനി, T. തങ്കച്ചൻ, R. വെങ്കടേഷ്, P. സതീശൻ, ക്ലാരമ്മ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പൂച്ചാക്കൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് T. ആനന്ദനും, രാമങ്കരി പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാറാമ്മ തങ്കപ്പനും, മങ്കൊമ്പ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി അംഗം B. ലാലിയും, ഹരിപ്പാട് സംസ്ഥാന കമ്മിറ്റി അംഗം AK സജുവും, ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം T. പ്രസാദും, ചാരുമൂട് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ സമരം CPI ചാരുമൂട് മണ്ഡലം സെക്രട്ടറി M. മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ റവന്യൂ വകുപ്പിലെ ചിലർ വിമുഖത കാണിക്കുന്നുവെന്ന് ആരോപണം. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തുടർ പഠനത്തിനാവശ്യമായ ജാതി സർട്ടിഫിക്കറ്റ് ഉടൻ ലഭ്യമാക്കുക, പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉപരിപഠനം നഷ്ടപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചേർത്തല, അരൂർ, കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം MD മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സാഹചര്യം നിങ്ങളായിട്ട് ഒഴിവാക്കപ്പെട്ടാൽ, നിങ്ങളായിട്ട് ആ സാഹചര്യം ഒരുക്കി തരാതിരുന്നാൽ ഈ രാജ്യത്തൊന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ് പട്ടികജാതിക്കാർ. ഞങ്ങൾക്ക് മണിമാളികളൊന്നുമില്ല, ഭൂസ്വത്തിന്റെ ഉടമകളുമൊന്നുമല്ല. ആകെ ഉള്ളത് ഈ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന നാമമാത്രമായ ആനുകൂല്യങ്ങൾ മാത്രമാണ്. 3 സെന്റോ 5 സെന്റോ വസ്തുവോ, ഒരു ലൈഫിനകത്തൊരു വീടോ മറ്റുമൊക്കെ കിട്ടുന്ന റൊട്ടേഷൻ അനുസരിച്ച് കിട്ടുന്ന സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ജോലിയോ, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ആ ഭരണഘടനയുടെ ഫലമായിട്ട് കിട്ടുന്നത് ഒഴിച്ചാൽ ഈ സമൂഹത്തിന് വ്യക്തമായ ഒരു നേട്ടമുണ്ടാക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഈ സമൂഹത്തെ ദ്രോഹിക്കുവാൻ തയ്യാറായാൽ ആകെ പോകാനുള്ളതിന് 1, 2, 3 അടുപ്പുകല്ലുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സൂചിപ്പിക്കുന്നത്. ശക്തമായ ഇടപെടൽ നമ്മൾ നടത്തും, അക്കാര്യത്തിൽ വേണ്ട. ചെയർമാൻ V. ഉത്തമൻ അധ്യക്ഷനായി. കൺവീനർ CT ധർമ്മജൻ സ്വാഗതം പറഞ്ഞു. PM പ്രമോദ്, M. മനോജ്, V. ഉത്തമൻ, TS സുധീഷ്, AK ഉദയകുമാർ, VK മുകുന്ദൻ, ശോഭ തിലകൻ, N. കുഞ്ഞൻ, അഞ്ജിത രാജൻ, ശൈലജ അശോകൻ, റിട്ടയർഡ് AEO ശൈലജ ടീച്ചർ, മധുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ, ആലപ്പുഴ, മാരാരിക്കുളം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം ഒരുക്കിയത്. അമ്പലപ്പുഴ, ആലപ്പുഴ, മാരാരിക്കുളം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്.
പട്ടികജാതി വിദ്യാർത്ഥികളോട് ചില റവന്യൂ ഉദ്യോഗസ്ഥർ വിവേചനം കാട്ടുന്നുവെന്നാരോപിച്ചായിരുന്നു അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. PKS ജില്ലാ കമ്മിറ്റി അംഗം VS ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിന് വർണ്ണത്തിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളിയിട്ടിരുന്ന ഒരു വിഭാഗത്തിന് പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവരണം ഉൾപ്പെടെയുള്ള സംവിധാനം കേരള സംസ്ഥാനത്ത് ഉൾപ്പെടെ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ആ സംവരണം നടപ്പാക്കുമ്പോൾ എത്ര വർഷത്തേക്കാണോ ആലോചിച്ചിരുന്നത്, അത് പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ സവർണ മേധാവികൾ അത് അവസാനിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണോ സാമൂഹ്യമായി ഇത്തരമൊരു നടപടിയിലേക്ക് പോയത്, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങൾ തുടരണം എന്ന് തീരുമാനിച്ചു. സമരസമിതി കൺവീനർ D. അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. CPM ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, അഡ്വക്കേറ്റ് R. രാഹുൽ, P. രഘുനാഥ്, NK വേലപ്പൻ, സീതാലക്ഷ്മി, R. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന CBC വാര്യരുടെ ഓർമ്മയ്ക്കായി CBC വാര്യർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ MPയും CPM നേതാവുമായ അഡ്വക്കേറ്റ് CS സുജാതയ്ക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയൻ, ഏറ്റവും ജനകീയനായ ഒരു പാർലമെൻറ്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെ ആയിരുന്ന CBC വാര്യരുടെ പേരിലുള്ള അവാർഡ് ഇത്തവണ ശ്രീമതി CS സുജാതയ്ക്കാണ് നൽകുന്നത്. 7ാമത്തെ അവാർഡാണിത്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. കഴിഞ്ഞ 7 വർഷമായിട്ടാണ് ഇപ്പോൾ ഈ അവാർഡ് നൽകി വരുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും. അത് വിവിധ തുറകളിലുള്ള വ്യക്തികൾക്കാണത് നൽകി വരുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇത്. 7ാമത്തെ അവാർഡാണ്. ആദ്യമായിട്ടാണ് ഒരു വനിതയെ നമ്മൾ ഈ അവാർഡിന് വേണ്ടി പരിഗണിക്കുന്നത്. അങ്ങനെയാണ് ജൂറി അഡ്വക്കേറ്റ് CS സുജാതയെ ഈ രംഗത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 19-ാം തീയതി രാവിലെ S&S ഓഡിറ്റോറിയം ഹരിപ്പാട്, അവിടെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും അവാർഡ് നൽകുന്നത്. മന്ത്രി സജി ചെറിയാനുണ്ടാവും, മുൻ മന്ത്രി G. സുധാകരനുണ്ടാവും. CPMൻ്റെ ജില്ലാ സെക്രട്ടറി R. നാസറാണ് ഇതിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷനാകുന്നത്. മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം ഉണ്ടാകും. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന CBC വാര്യരുടെ പേരിൽ CBC വാര്യർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് മുൻ MP അഡ്വക്കേറ്റ് CS സുജാതയ്ക്ക് 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 19 രാവിലെ 10 മണിക്ക് ഹരിപ്പാട് S&S ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം സമ്മാനിക്കും. അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി G. സുധാകരൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും. CPM ജില്ലാ സെക്രട്ടറി R. നാസർ അധ്യക്ഷനാവും. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ R. സത്യപാലൻ, R. പാർവതി ദേവി, ഡോക്ടർ ബിച്ചു X. മലയിൽ, G. രവീന്ദ്രൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. മുഹമ്മദ് ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KP പീറ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് മുഹമ്മയുടെ ആഭിമുഖ്യത്തിൽ പൂഞ്ഞിലിക്കാവ് കാവുങ്കൽ ദേവി ക്ഷേത്രത്തിന് മുൻവശം പുതുതായി നിർമ്മിച്ച ബസിന്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KP പീറ്റർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഡിപ്രഷൻ കൊണ്ടൊക്കെ യാത്ര അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ സമൂഹത്തിലുണ്ട്. അവരെ സഹായിക്കാനുള്ള ഒരു പ്രോജക്റ്റ് കൂടി ഈ വർഷം മുതൽ നമ്മൾ ഗ്ലോബൽ പ്രോസസ്സിൽപ്പെടുത്തി നമ്മുടെ മെയിൻ സ്ട്രീം പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങും. അതിൻ്റെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈ വർഷം തന്നെ അതിൻ്റെ ലോഞ്ചിങ്ങും ഉണ്ടാവും. അപ്പോൾ 9ഓളം ഗ്ലോബൽ പ്രോസസ്സാണ് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നത്. അതുകൂടാതെ ക്ലബ്ബുകൾ കണ്ടെത്തുന്ന വീടുകളുടെ പണി, ഇതുപോലെ ബസ് ഷെൽട്ടറുകളുടെ നിർമ്മാണം, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, അതുകൂടാതെ ഹ്യൂമാനിറ്റേറിയൻ ഗൈഡ്സ് എന്ന രീതിയിൽ ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. കാവുങ്കൽ ദേവസ്വം സംഭാവന ചെയ്ത സ്ഥലത്ത് ശ്രീധരിയം ആയുർവേദ ആശുപത്രി, കൂത്താട്ടുകുളം, മഹാലക്ഷ്മി ഇലക്ട്രിക്കൽസ്, മുഹമ്മ അശ്വതി ബേക്കറി, കാവുങ്കൽ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടിയാണ് 2 ലക്ഷത്തോളം രൂപ മുടക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ലബ്ബ് നടത്തിവരുന്ന ജനോപകാരപ്രദമായ വിവിധ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ക്ലബ്ബ് നിർമ്മിച്ചത്.
മുഹമ്മദ് KPM UP സ്കൂളിന് സമീപമുള്ള ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന ഓപ്പൺ ജിമ്മും കുട്ടികൾക്കായുള്ള പാർക്കും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി മുഹമ്മദ് ലയൺസ് ക്ലബ്ബ് ആവിഷ്കരിച്ചു വരികയാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് TK രഞ്ജൻ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് സെക്രട്ടറി TO ജോൺസൺ, TK അരുൺ, പ്രൊഫസർ TN പ്രിയകുമാർ, സോൺ ചെയർമാൻ അഡ്വക്കേറ്റ് T സജി, ഗ്രാമപഞ്ചായത്ത് അംഗം MV സുനിൽകുമാർ, ക്ഷേത്രയോഗം പ്രസിഡന്റ് VC വിശ്വമോഹൻ, ക്ഷേത്രം മാനേജർ വിശ്വേശ്വരപ്പൈ, ക്ലബ്ബ് മുൻ പ്രസിഡന്റ് S നവാസ്, സെക്രട്ടറി KV കുഞ്ഞിക്കണ്ണൻ, ട്രഷറർ PP സുധീർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. തണ്ണീർമുക്കം പഞ്ചായത്ത് 3-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് സാനിറ്റേഷൻ സമിതിയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ വാർഡിൽ മെഗാ ക്ലീനിംഗ് നടത്തി. 3-ാം വാർഡിൽ ഇതിനോടനുബന്ധിച്ച് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് പ്രതിരോധ ക്ലാസും നടന്നു. മെഗാ ക്ലീനിങ്ങിൻ്റെ ഭാഗമായി എല്ലാ വീട്ടിലേക്കും ബ്ലീച്ചിങ് പൗഡർ വിതരണം ചെയ്തു. മെഗാ ക്ലീനിങ്ങിൻ്റെയും ബ്ലീച്ചിങ് പൗഡറിൻ്റെയും മറ്റും വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ മാത്യു കൊല്ലേലി നിർവഹിച്ചു. മഴക്കാല രോഗങ്ങൾ വരാതിരിക്കുന്നതിനും തടയുന്നതിനും കഴിഞ്ഞ കൊല്ലം നമ്മുടെ വാർഡിൽ ഡെങ്കിപ്പനി വ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് നടത്തുന്ന മെഗാ ക്ലീനിങ് അത് ഈ നാട്ടിലെ ഈ വാർഡിലെ മുഴുവൻ പേർക്കും മാതൃകയാകുന്ന രീതിയിൽ, മുഴുവൻ വീട്ടുകാരും മാതൃകയാക്കുന്ന രീതിയിൽ അവനവൻ്റെ വീട് അവനവൻ തന്നെ വൃത്തിയാക്കണമെന്ന രീതിയിലേക്ക് നടത്തപ്പെടുന്ന ഒരു മെഗാ ക്ലീനിങ് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇപ്പം പ്രതിരോധ ക്ലാസ്, ഡെങ്കിപ്പനി പ്രതിരോധ ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാ വീട്ടിലും നമ്മൾ 1 കിലോ ബ്ലീച്ചിങ് പൗഡർ വെച്ച് കൊടുക്കുകയാണ്. കാരണം മഴവെള്ളമൊക്കെ പെയ്തു വന്നപ്പോൾ നമ്മൾ ജലാശയങ്ങളൊക്കെ കൂടുതലും മലിനപ്പെട്ടുമുണ്ട്, ചിലതൊക്കെ നന്നായിട്ടുമുണ്ട്. അപ്പം ആ ഒരു സാഹചര്യം. വാർഡ് വികസന സമിതി കൺവീനർ അഗസ്റ്റിൻ കൽവാണി, NSS കരയോഗം സെക്രട്ടറി E രാജപ്പൻ നായർ, ബിന്ദു സാബു, കണ്ണൻ വെള്ളിയാവളം, സാനു KS തുടങ്ങിയവർ സംസാരിച്ചു. മെഗാ ക്ലീനിങ്ങിന് മെറീന ഉലഹന്നാൻ, ഷൈനി സജീവ്, വാസന്തി കൊല്ലേലി, ഗീതാരാമൻ, വത്സമ്മ പള്ളിക്കാട്ട്, ബിൻസി പടിക്കേപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെൽകർഷകരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട BDJSന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി നേരിടുന്ന നെൽകർഷകർക്ക് ഐക്യദാർഢ്യം BDJSന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ കൃഷിവകുപ്പിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മാർച്ച് നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ്, സംസ്ഥാന സെക്രട്ടറി സുരേഷ് ശാന്തി, ജില്ലാ പ്രസിഡന്റ് T അനിയപ്പൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K സോമൻ, TR പൊന്നപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ കളപ്പുരയ്ക്കൽ, മോഹനൻ ഹരിപ്പാട, അമ്പിളി അപ്പുജി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ദിലീപ് കുമാർ സ്വാഗതവും അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ പെരുന്തുരുത്ത് കണിയകുളങ്ങര SNDP ശാഖയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് PSN ബാബു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ പെരുന്തുരുത്ത് കണിയാകുളങ്ങര ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശാഖാ നമ്പർ 504ന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് PSN ബാബു ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വന്ന് സ്വീകരിക്കുമ്പോഴാണ് അത് അതിൻ്റെ ആ പ്രവൃത്തിയുടെ ആ ശാശ്വതമായ ആ പൂർണ്ണത, അതിൻ്റെ മൂല്യം പൂർണ്ണമാകുന്നത്. അപ്പോൾ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, നിനക്ക് ആവശ്യത്തിന് നോട്ടുബുക്കും പുസ്തകങ്ങളും എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഗുരുദേവ സന്ദേശം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ശാഖ നൽകുന്ന ഈ വളരെ എളിയ ഈ ഒരു സഹകരണത്തോടുകൂടി നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ അത് രക്ഷകർത്താക്കളാണ് ചെയ്യേണ്ടത്. പറഞ്ഞു കൊടുത്താൽ അതിന് കുട്ടികൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ നിറയെ കുട്ടികൾ, എല്ലാ കുട്ടികളും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നു ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശാഖാ പ്രസിഡന്റ് KH സുരേഷ് ഗുരുവരം അധ്യക്ഷനായി. ചടങ്ങിൽ അനിൽകുമാർ സൗപർണിക, ജോബ് രാജ് കരിക്കാട്ടുവളി, M സേതു എന്നിവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും PSN ബാബു ആദരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ അനിൽകുമാർ സൗപർണിക വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. CK മണി ചീരപ്പഞ്ചിറ, ബേബി സൗപർണിക, ജയശ്രീദേവ് നായിക്കാപ്പറമ്പ, KV ഷാജി, ബിന്ദുലേഖ കുന്നേൽ, പെണ്ണമ്മ മനോഹരൻ വെളുത്തെടുത്ത, മഞ്ജു ഉദയൻ കൊച്ചുകളത്തിൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PC വള്ളിയമ്മ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KC ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. അറബിക്കടലിൽ കോഴിക്കോടിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവം ആലപ്പുഴയിലും ആശങ്ക പടരുന്നു. കടലിൽ വീണ കണ്ടെയ്നറുകൾ ആലപ്പുഴയിൽ എത്തുമോ എന്ന് സംശയം. ജാഗ്രതയോടെ തീരദേശവാസികൾ.
കേരള തീരത്ത് ആവർത്തിക്കുന്ന കപ്പൽ അപകടം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. മത്സ്യത്തൊഴിലാളികൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. കേരളം സമ്പൂർണ്ണ പക്ഷിപ്പനി വിമുക്തമായി. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഏറെ നാളായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവായി. മൂവാറ്റുപുഴയാറിൽ നിന്നുള്ള വെള്ളം വേമ്പനാട് കായലിൻ്റെ തെക്ക് ഭാഗത്ത് എത്തിക്കുന്ന വടയാർ ഡൈവർഷൻ പദ്ധതിക്ക് വഴിതെളിയുന്നു. തണ്ണീർമുക്കം ബണ്ട് വർഷം മുഴുവൻ തുറന്നിടാൻ കഴിയുമെന്ന സൂചന. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 16 സൂചന പണിമുടക്ക്. 26 മുതൽ അനിശ്ചിതകാല സമരം. വേമ്പനാട്ട് കായലിൽ പാണാവള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ നീർനായ ആക്രമണം. കക്കാവാരൽ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കടിയേറ്റു. ആശങ്കയിൽ മത്സ്യത്തൊഴിലാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.